പോലെ തന്നെ ശൗമേലൊന്ന് ഇടുകയും ചെയ്തു. അങ്ങനെ ദേവാലയത്തിലേക്ക് ശൗമേലിനെ ഹന്ന കൊണ്ടാക്കിയിട്ട് ആ ഏലി പുരോഹിതൻ എന്നൊരാളായിരുന്നു ദേവാലയത്തിൽ നിന്നിരുന്നത്. അങ്ങനെ ഏലി പുരോഹിതന്റെ അടുത്തേക്ക് ഹന്ന കൊണ്ടാക്കി. അങ്ങനെ ഏലി പുരോഹിതന്റെ അടുത്ത് ആ ശൗമേൽ സേഫായിട്ട് താമസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി കിടക്കുമ്പോഴാണ് ശൗമേലിനെ ആരോ വിളിക്കുന്നത്. ശൗമേലേന്ന്. അപ്പൊ ശൗമേല് ചിന്തിക്കുക, ഇതാരെ എന്നെ വിളിക്കണേന്ന്. അങ്ങനെ ശൗമേൽ ഏലി പുരോഹിതന്റെ അടുത്തോട്ട് ചെന്നു. അപ്പൊ ഏലി പുരോഹിതൻ പറഞ്ഞു, ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ശൗമേല് താഴ്മയോടെ പോയി കിടന്നുറങ്ങി. അങ്ങനെ പിന്നെയും വിളിച്ചു ശൗമേലേന്ന്. യഹോവയാണ് കേട്ടോ വിളിച്ചത്. അങ്ങനെ ശൗമേല് പിന്നെ ഏലി പുരോഹിതന്റെ അടുത്ത് പോയിരുന്നു. ഏലി പുരോഹിത, അടിയൻ ഇതാ എന്നെ വിളിച്ചോന്ന് ചോദിച്ചു, താഴ്മയോടെ ചോദിച്ചു. അങ്ങനെ ഏലി പുരോഹിതൻ പറഞ്ഞു, ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയും പോയി കിടന്നുറങ്ങി. ഇറങ്ങാൻ പോയപ്പോൾ ഏലി പുരോഹിതൻ ശൗമേലെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, നിന്നെ യഹോവയായിരിക്കും വിളിച്ചത്. യഹോവ ഇനി വരുമ്പോഴത്തേക്കും നീ ഏലി പുരോഹിതൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അങ്ങനെ പറയണമെന്ന് പറഞ്ഞു.